അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരവുകൾ നിറഞ്ഞ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, മറ്റു കൂട്ടുകാർ, എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിശേഷമാക്കപ്പെട്ട 99 നാമങ്ങളുണ്ട്. ഈ 99 പേരുകൾ ഒരു മനുഷ്യൻ മനഃപ്പാടമാക്കുകയാണെങ്കിൽ, ഹിഫ്ളാക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ 99 നാമങ്ങൾ മനഃപ്പാടമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവന്റെ മഹത്വമേറിയ പേരുകളിൽ നിന്ന് ചില ഇസ്മുകൾ, പേരുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യവും റഹ്മത്തും ഐശ്വര്യവും അവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിഞ്ഞു തരുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട മഹത്വമുള്ള അല്ലാഹുവിന്റെ 2 പേരുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാഹുവിന്റെ 99 നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്, അവന്റെ ഒരു പേരാണ് അൽ മലിക്കു എന്നത്. ഈ ഇസ്മിനെ യാ മലിക്കു യാ അല്ലാഹ് എന്ന് എല്ലാ ദിവസവും ഉച്ച സമയത്ത് ളുഹർ നിസ്കാരത്തിന് ശേഷം 100 പ്രാവശ്യം ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അവന്റെ മനസ്സ് ശുദ്ധിയാകുന്നതും മാനസികമായ മാലിന്യങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നതും ചെയ്യുന്നതാണ്. ഇനി സുബ്ഹ് നിസ്കാരത്തിന് ശേഷമാണ് ഈ ഇസ്മ ഒരു മനുഷ്യൻ 121 തവണ പതിവാക്കുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് ഐശ്വര്യം നൽകുകയും ധനാഢ്യനാക്കുകയും അതുപോലെ തന്നെ അവന് ഇൽമും മഅരിഫത്തും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആദരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മറ്റൊരു പേരാണ് യാ ഫത്താഹു എന്ന്. ഒരു മനുഷ്യൻ യാ ഫത്താഹു എന്നതിനെ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിന് ശേഷം അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് ചൊല്ലുകയാണെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും എളുപ്പമാവുകയും ഹൃദയം പ്രകാശിക്കുകയും വിജയത്തിന്റെ കവാടങ്ങൾ, വിജയത്തിന്റെ കാര്യങ്ങൾ അവനക്ക് എളുപ്പമാവുകയും ചെയ്യുമെന്ന് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹ് നിസ്കാരത്തിന് ശേഷം 71 പ്രാവശ്യമാണ് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലേണ്ടത്. അങ്ങനെ ചൊല്ലിയാലുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട്. അതിലെ മഹത്വമേറിയ ഗുണങ്ങളാണ് ഞാൻ ഇപ്പോൾ കേട്ടത്. ഇങ്ങനെ തുടങ്ങി അല്ലാഹുവിനിക്ക് ഒരുപാട് മഹത്വങ്ങളുള്ള പേരുകൾ ഉണ്ട്. അത് ജീവിതത്തിൽ പകർത്തിയാലുള്ള നേട്ടങ്ങളും നമുക്ക് ഒരുപാട് കൈവരിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മഹത്വമേറിയ ഇസ്മുകൾ 99 പേരുകൾ മനഃപ്പാടമാക്കുവാനും അത് കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗ്ഗപ്രവേശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.